ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായമായ ഭക്തിയോഗത്തിലെ 9 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 10-ാമത്തെ ശ്ലോകം നോക്കാം. അഭ്യാസേപ്യസമർത്ഥോസി മൽക്കർമ്മ പരമോ ഭവ മദർത്ഥമപി കർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. അഭ്യാസേ അപി, നിരന്തരമായ അഭ്യാസങ്ങളിലൂടെ, പ്രയത്നത്തിലൂടെ, അതായത് ധ്യാനയോഗങ്ങൾ പരിശീലിക്കുന്നതിലൂടെ, അഥവാ അത്തരത്തിലുള്ള കർമ്മങ്ങളിലും അസമർത്ഥോസി, നീ സമർത്ഥനല്ലെങ്കിൽ, മൽകർമ്മ പരമോ ഭവ, എൻ്റെ കർമ്മങ്ങൾ, അതായത് ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുന്നവനായിത്തീരുക. മദർത്ഥം കർമാണി കുർവനപി, എനിക്കായി കർമ്മങ്ങൾ ചെയ്താലും, സിദ്ധിം അവാപ്സ്യസി, ഫലപ്രാപ്തി ലഭിക്കുന്നതാണ്. നിരന്തരമായ ധ്യാനയോഗങ്ങൾ പരിശീലിക്കുന്നതിൽ നീ അസമർത്ഥനാണെങ്കിൽ, അഥവാ അതിൽ നിനക്ക് സാമർഥ്യമില്ലെങ്കിൽ, നീ എൻ്റെ കർമ്മങ്ങൾ, അതായത് ഭഗവത് കാര്യങ്ങൾ ചെയ്യുന്നവനായി തീരുക. എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ഉപാസനകളും ചെയ്യാൻ സാധിച്ചു എന്ന് വരികയില്ല. പൂജകൾ, ധ്യാനങ്ങൾ, യജ്ഞങ്ങൾ, അങ്ങനെയുള്ള യോഗമാർഗത്തിലുള്ള അഥവാ നവവിധ ഭക്തിമാർഗത്തിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യുവാൻ സാമർഥ്യമുണ്ടാകണമെന്നില്ല. ഇനി അത്തരത്തിലുള്ള ഉപാസനകൾ ചെയ്യുവാനുള്ള സാമർഥ്യം നിനക്കില്ലെങ്കിൽ, നീ എൻ്റെ കർമ്മങ്ങളിൽ മുഴുകുക, ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്നവനായി തീരുക. എനിക്കായി കർമ്മങ്ങൾ അത്തരത്തിൽ ചെയ്താലും നിനക്ക് അതിൻ്റെ ഫലപ്രാപ്തി ലഭിക്കുന്നതാണ്. അതാണ് ഭഗവാൻ പറയുന്നത്. ഭക്തിയോഗത്തിന് വേണ്ടുന്ന നിബന്ധനകൾ അനുഷ്ഠിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, നീ എൻ്റെ കാര്യങ്ങളിൽ, ഭഗവത് കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവനായി തീരുക. അത് ചെയ്താലും മതി. എനിക്കായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും നീ ഈ സിദ്ധിയെ പ്രാപിക്കുന്നതാണ്. അതായത് ഈശ്വര സാക്ഷാത്കാരമെന്ന സിദ്ധിയെ പ്രാപിക്കുന്നതാണ്. യോഗാനുഷ്ഠാനങ്ങൾക്കായി പ്രയത്നിക്കാൻ കഴിവില്ലാത്തവർ, അഥവാ അതിനുള്ള ഏകാഗ്രത, ധ്യാനത്തിനൊക്കെ നല്ല ഏകാഗ്രതയുമൊക്കെ ആവശ്യമാണ്. എല്ലാവർക്കും ചിലപ്പോൾ അത് സാധിച്ചു എന്ന് വരികയില്ല. അത്തരത്തിൽ ഏകാഗ്രത ലഭിക്കുന്നതിന് സാധ്യമാകാത്തവർ, ഈ ധ്യാനത്തിലും യജ്ഞത്തിലുമൊന്നും മുഴുകുവാൻ സാധ്യമല്ലാത്തവർ, ഭഗവത് പ്രീതി ലക്ഷ്യമാക്കി ഈശ്വരീയ കർമ്മങ്ങളിൽ ഏർപ്പെട്ടാലും മതി. ഈശ്വരീയമായ കർമ്മങ്ങളിൽ ഏർപ്പെട്ടാലും അവർക്കതിൻ്റെ ഫലം ലഭിക്കും. ഭഗവത് സ്മരണയോടെ ആവും വിധമുള്ള സൽക്കർമ്മങ്ങളിൽ, അഥവാ സഹജീവി സേവനങ്ങളിൽ ഏർപ്പെടുക. അവനവനാൽ കഴിയുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുക. അതിനെല്ലാവർക്കും ആകുമല്ലോ. അങ്ങനെ ക്രമേണ ഭക്തിയിലൂടെ, ഈ ഭക്തിയുത സേവനങ്ങളിലൂടെ മുക്തിയിലേക്ക് എത്താം. ഇത്ര സിമ്പിളായിട്ടാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഭഗവത് സേവനങ്ങൾ പല വിധത്തിലാകാം. ധനം കൊണ്ടും ശരീരം കൊണ്ടും തൻ്റെ അറിവുകൾ കൊണ്ടും ഭഗവത് കാര്യങ്ങളിൽ സഹകരിക്കാം. ചിലർക്ക് ഈശ്വരൻ അനുഗ്രഹിച്ച് കുറച്ച് ഭൗതികമായ സമ്പത്തുണ്ടാകും. മറ്റ് ഇതുപോലെയുള്ള ധ്യാനം, യോഗം, അത്തരം കാര്യങ്ങളിൽ ചെയ്യുവാൻ അവർക്ക്
സാഹചര്യമുണ്ടാവില്ല. അപ്പോൾ അവരുടെ ധനം കൊണ്ട് ആത്മീയ കാര്യങ്ങൾക്ക്, സൽക്കർമ്മങ്ങൾക്കായി ആ ധനം വിനിയോഗിക്കാം. അത് ഈശ്വരീയമായ കാര്യമാണ്. ചിലർക്ക് ധനമുണ്ടാവില്ല, പക്ഷേ ആരോഗ്യമുണ്ടാകും. തൻ്റെ ആ ആരോഗ്യം കൊണ്ട് സേവനങ്ങൾ നടത്താം, ഈശ്വരീയമായ കാര്യങ്ങളിൽ ഏർപ്പെടാം. മറ്റു ചിലർക്ക് ആരോഗ്യവും ധനവുമില്ലെങ്കിലും അറിവുണ്ടാകാം, ജ്ഞാനം. ആ അറിവ് കൊണ്ടും ഭഗവത് കാര്യങ്ങളിൽ സഹകരിക്കാം, സഹജീവികളെ സഹായിക്കാം, യജ്ഞകർമ്മങ്ങളിൽ സഹായിയാകാം, ക്ഷേത്ര പുനരുദ്ധാരണം പോലെയുള്ള സൽക്കർമ്മങ്ങളിൽ പങ്കാളികളാകാം. ഇപ്പോൾ അറിവുള്ളവരാണെങ്കിൽ പ്രഭാഷണങ്ങൾ നടത്താം, പുസ്തകങ്ങൾ എഴുതുകയോ പ്രസിദ്ധീകരിക്കുകയോ ഒക്കെ ചെയ്യാം. അതെല്ലാം സമൂഹത്തിന് ആത്മീയമായ ഉത്കർഷമുണ്ടാക്കാൻ ഉതകുന്നതാണ്. അപ്പോൾ ഇവയെല്ലാം, ഇത്തരത്തിലുള്ള കർമ്മങ്ങളെല്ലാം ഭഗവത് കർമ്മങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ യജ്ഞങ്ങളും ഉപാസനകളും പൂജകളും ഒന്നും ചെയ്യുവാനുള്ള സാമർഥ്യമില്ലെങ്കിൽ പോലും ഈശ്വരീയമായ കാര്യങ്ങളിൽ അവനവൻ്റെ കഴിവിനനുസരിച്ച് പ്രവർത്തിച്ച് ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ സാധിക്കും, ഈശ്വര പ്രീതി നേടുവാൻ സാധിക്കും. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.